ചെമ്പനിപ്പൂ സീരിയലിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത് നീലിമയുടെ കയ്യിൽ നിന്ന് പണം മേടിച്ചെടുത്തിട്ട് അത് ശ്രുതിയുടെ അച്ഛൻ തന്നതാന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പൊങ്ങച്ചം പറയുന്നുണ്ടല്ലോ. ആ സമയത്ത് സച്ചി ഓരോരോ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ സച്ചിക്ക് അസൂയ കൊണ്ടാണെന്നുള്ള കാര്യം ചന്ദ്രമതി പറയാണ്. അതിന് ദേവി നല്ല കണക്കിന് മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ എപ്പിസോഡിന്റെ വിശേഷങ്ങൾ കേൾക്കാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഐക്കാർട്ടിലും അതുപോലെ പിൻ കമന്റായിട്ടും കൊടുത്തേക്ക്. ബാക്കി വിശേഷങ്ങൾ നോക്കാം. സച്ചി കാർ ഷെഡിൽ പോയിരുന്നിട്ട് എല്ലാവരോടുമായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, സുധിയുടെ ഭാര്യയുടെ അച്ഛൻ പണം അയച്ചു എന്നുള്ള കാര്യത്തെക്കുറിച്ച്. പക്ഷെ അതത്ര വിശ്വസനീയമായിട്ട് തോന്നുന്നില്ല. ജയിലിൽ കിടക്കുന്ന ആൾക്ക് എങ്ങനെയാ പണം അയക്കാൻ വേണ്ടി പറ്റുക? ഇത് കേൾക്കുന്ന സമയത്ത് മഹേഷ് പറയുന്നുണ്ട് കേട്ടോ, പണക്കാർക്ക് അതത്ര വലിയ കാര്യമൊന്നുമല്ല. രേവതി സിസ്റ്റർ പറഞ്ഞതുപോലെ ഇത് അവരുടെ വിഷയമാണെന്നും നീ ഇത് കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ച് നടക്കുന്നതാണ് നല്ലത്. അവര് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കേട്ടോ ഒരു സ്വാമി അതുവഴി വരുന്നത്. സച്ചിയുടെ മുഖം കണ്ട ഉടനെ തന്നെ പറയുന്നുണ്ട്, മഹാരാജാവിന്റെ മുഖത്ത് നല്ല ദേവി കടാക്ഷം ഉണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ച്. ആര്? എന്റെ മുഖത്തോ? നിങ്ങൾ നല്ല കാര്യമാണ് പറഞ്ഞത്. ഇതാ പൈസ വെച്ചോ എന്ന് പറഞ്ഞിട്ട് 100 രൂപ കൊടുക്കാണ് കേട്ടോ. പക്ഷെ ആ സ്വാമിജിയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പണം വേണ്ട എന്നും നിന്റെ മുഖം നോക്കുമ്പോഴേ നിന്റെ ഗുണങ്ങൾ അറിയാൻ വേണ്ടി പറ്റും. കൈരേഖ നോക്കാം, കൈ താ എന്ന് പറയുമ്പോൾ എനിക്കിതിലൊന്നും വിശ്വാസം ഇല്ലെന്ന് സച്ചി പറയാണേ. നിന്റെ ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യം നോക്കിയിട്ട് പറയാ എന്നുള്ള കാര്യം ആ സ്വാമി പറയുമ്പോ അതിപ്പോ അറിഞ്ഞിട്ട് എന്ത് കാര്യമുള്ളത്? നമ്മൾ കാണാൻ വേണ്ടി പോകുന്ന പടത്തിന്റെ ക്ലൈമാക്സ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്ത് ത്രില്ലാണുള്ളത് ആ പടത്തിന് എന്ന മഹേഷ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കേൾക്കാം. നീ കൈ കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് സച്ചിയുടെ കൈ കാണിച്ചു കൊടുക്കുവാണ് സ്വാമി. എന്നിട്ട് പറയാനും പറയുന്നുണ്ട്. സച്ചിയുടെ കൈ പിടിച്ച് പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ, നിനക്ക് ധനരേഖ ആയുസ് രേഖ എല്ലാം നല്ല രീതിയിലുണ്ട്, നിനക്ക് ദീർഘായുസുണ്ട് എന്നും നിനക്ക് വിധിക്കപ്പെട്ട മഹാലക്ഷ്മി നിന്റെ കൂടെയുള്ളിടത്തോളം കാലം പ്രശ്നങ്ങൾ മല പോലെ വന്നു കഴിഞ്ഞാലും നിനക്കതിന് പരിഹാരം കാണാൻ വേണ്ടി പറ്റും. ഇത് കേൾക്കുന്ന സമയത്ത് കൂടുതൽ ഒരുത്തം പറയുന്നുണ്ട് കേട്ടോ, രേവതിയെ കുറിച്ചിട്ട് കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ. ഇത് രേവതി കേട്ടാൽ മാത്രം മതി, അവള് പിന്നെ ഓവറായിട്ട് സംസാരിക്കാൻ തുടങ്ങും. നിന്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരാൻ വേണ്ടി പോകുന്നുണ്ടെന്നും സച്ചി വിചാരിച്ച കാര്യങ്ങളെല്ലാം നടക്കാൻ വേണ്ടി പോകുന്നുണ്ടെന്നൊക്കെ അദ്ദേഹം പറയാണ്. എന്നാ നിന്റെ എതിരെന്ന് പറയുന്നത് നിന്റെ വായയാണ്, അതിനെ അടച്ചു വെക്കണം. ഇത് കേൾക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് മഹേഷ് പറയുന്നുണ്ട് കേട്ടോ, ശരിയാണ് നിങ്ങൾ പറഞ്ഞ എന്നുള്ള കാര്യം. പക്ഷെ അപ്പോഴേക്കും സച്ചി എന്ന് പറഞ്ഞിട്ട് നിർത്തിക്കുകയാണ്. മറ്റു ദിവസേക്കാൾ കൂടുതലായിട്ട് നീ ഇന്ന് ജാഗ്രതയോട് കൂടി നിൽക്കണം. ചീത്തപ്പേരുണ്ടാവാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. നാട്ടിലെ എല്ലാവരുടെ മുമ്പില് ചീത്തവനാന്നുള്ള കാര്യം പറയാനുള്ള ഒരു അവസരം ഉണ്ടാവാൻ വേണ്ടി പോവാണ്. ഇന്ന് നീ നല്ല ശ്രദ്ധയോടുകൂടി തന്നെ നടക്കണം. ഇത് ദൈവത്തിന്റെ കൽപ്പനയാണെന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോ എന്താ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് മഹേഷ് ചോദിക്കുകയാണ്. ഞാൻ പറഞ്ഞതല്ല, ദൈവത്തിന്റെ കൽപ്പനയാണ്. ഇന്ന് നീ എന്ത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കുറച്ച് ചിന്തിച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതാണോ നിങ്ങൾ ഭാവി പറയാന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞത്? ഒരു കാര്യം അറിയാം, നിങ്ങൾക്ക് എന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളില്ലാത്ത നാളുകളേ ഇല്ല. ഞാൻ പ്രശ്നത്തിന്റെ ഇടയിൽ ചുറ്റിക്കറങ്ങുന്ന ആളാണ്. എന്തായാലും നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതല്ലേ, എന്തെങ്കിലും വാങ്ങി കഴിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പൈസ കൊടുക്കാൻ കേട്ടോ. ശരി മോനെ എന്ന് പറഞ്ഞിട്ട് ആ പണം മേടിച്ചിട്ട് അദ്ദേഹം അവിടെ നിന്ന് പോകുന്നുണ്ട്. അവര് പോയി കഴിഞ്ഞതിന് ശേഷം മഹേഷിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഇപ്പൊ നിനക്ക് സന്തോഷമായോടോ എന്നുള്ള കാര്യം. അവര് പറയുന്നത് കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നിന്റെ ദിവസം ശരിയല്ല എന്നാ തോന്നുന്നത്. നമ്മുടെ ദിവസം എന്നാണ് നന്നായിട്ടുള്ളത്? കണ്ടില്ലേ, ഇത്രയും നേരമായിട്ട് ഒരു ട്രിപ്പ് പോലും വന്നിട്ടില്ല. ഇന്ന് നിനക്ക് പ്രശ്നം വരുന്നുള്ള കാര്യത്തെ കുറിച്ചല്ലേ പറഞ്ഞത്? ഒരു കാര്യം ചെയ്, നീ ഒന്നും മിണ്ടാതെ നേരെ പോയിട്ട് വീട്ടിൽ പോയി കിടന്നുറങ്ങിക്കോ. അങ്ങനെ കിടന്നുറങ്ങുമ്പോൾ പ്രശ്നം വരില്ല എന്നാണോ നീ പറയുന്നത്? നമ്മൾ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് ഫാന് തലയിലേക്ക് വീണ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കണ്ടേ തിരിച്ച് സച്ചി. എടാ, ഇതൊക്കെ വിശ്വസിച്ചു കഴിഞ്ഞാലേ സമാധാനമായിട്ട് ഇരിക്കാൻ വേണ്ടി പറ്റില്ല. അവരെന്തോ വയറ്റുപുറവിന് പറഞ്ഞു പോയതാണ്. ഇത് കേൾക്കുമ്പോൾ മഹേഷ് പറയുന്നുണ്ട് കേട്ടോ, ചില സമയങ്ങളിൽ അവര് പറയുന്ന കാര്യങ്ങളൊക്കെ ഫലിക്കോടാ. ശരി, അങ്ങനെ തന്നെ ആയിക്കോട്ടെ. നമ്മൾ ഫേസ് ചെയ്യാത്ത എന്ത് പ്രശ്നമാണോ ഉള്ളത്? അപ്പോഴേക്കും സച്ചിയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നുണ്ട് കേട്ടോ. ട്രിപ്പാണെന്ന് വിചാരിച്ചിട്ട് ഫോൺ എടുക്കുന്നത്. കണ്ടില്ലേടാ, ഞാൻ അന്ന് 500 മാല കെട്ടിക്കൊടുത്തില്ലേ, ആ പാർട്ടിയുടെ ആളാണെന്ന് പറഞ്ഞിട്ട് ഫോൺ എടുക്കുന്നുണ്ടേ. അവര് വിളിച്ചത് വേറെ ഒന്നിനും അല്ല കേട്ടോ, ട്രിപ്പിന് വേണ്ടിയിട്ട് തന്നെയാണ്. അവർക്ക് പുറത്ത് എവിടെ പോകണോ, ഒന്ന് വരാൻ വേണ്ടി പറ്റുമെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ സച്ചി വരാ എന്ന് പറഞ്ഞ് ഫോൺ വെക്കുകയാണ്. എടാ, എന്തോ പ്രശ്നം വരാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യത്തെ കുറിച്ചല്ലേ അദ്ദേഹം പറഞ്ഞത്? നല്ല കാര്യമാണ് സംഭവിച്ചത്. നല്ല ട്രിപ്പ് വന്നു എന്ന് പറഞ്ഞിട്ട് കാർ എടുത്തിട്ട് സച്ചി അവിടെ നിന്ന് പോവാണ്. ഇവര് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് കാറ് ബുക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും ഞാൻ സവാരിക്ക് പോവാണ്, നിങ്ങൾ നിങ്ങളുടെ പണി നോക്കുക എന്ന് പറഞ്ഞിട്ട് സച്ചി അവിടെ നിന്ന് പോവാണേ. പക്ഷെ പോയി കഴിഞ്ഞതിന് ശേഷം മഹേഷിന്റെ അടുത്ത് ഫ്രണ്ട്സ് പറയുന്നുണ്ട് കേട്ടോ, എന്താ ഈ സച്ചി പറഞ്ഞത് കേൾക്കാതെ പോകുന്നത് ഇട്ടേക്ക് എന്ന് പറഞ്ഞിട്ട് അവരും അത് വിടുകയാണ് കേട്ടോ. തുടർന്ന് കാണിക്കുന്നത് നമ്മുടെ ലക്ഷ്മിയാണ് കേട്ടോ. ലക്ഷ്മിക്ക് അരികിലേക്ക് ദേവു കഞ്ഞിയായിട്ട് വരുന്നുണ്ട് കേട്ടോ. ലക്ഷ്മിക്ക് നല്ല ചുമയൊക്കെ ഉണ്ട്. അമ്മ ഞാൻ കഞ്ഞി കൊണ്ടുവന്നുള്ള കാര്യം പറയുമ്പോൾ എനിക്ക് വേണ്ട എന്ന് പറയാണ്. അമ്മ പനി ഉണ്ടായിട്ട് അമ്മ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നത്?
പറഞ്ഞാലും കേക്കില്ല. എനിക്കൊന്നുമില്ലടി, മാല ഒരുപാട് കെട്ടാനുണ്ടല്ലോ എന്നൊക്കെ ലക്ഷ്മി പറയുമ്പോ ദേവു ഞാൻ നോക്കിക്കോളാം എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ കേക്കില്ല. ഓൾറെഡി നീ എന്നെയല്ലേ എല്ലാ കാര്യങ്ങളും നോക്കുന്നത്, കടയിലേക്ക് പൂ കൊണ്ടു തരുന്നതെല്ലാം നീയാണ്, ഇനിയിപ്പോ നീ എപ്പോഴാ പഠിക്കുക, പിന്നെ ഞാൻ നോക്കിക്കോളാടി എന്ന് പറയാൻ കേട്ടോ ലക്ഷ്മി. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് രേവതി എത്തുന്നുണ്ട്. എന്താ രേവതി, പൂ കൊടുക്കാൻ വേണ്ടി വന്നാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ അതെ അമ്മ, അതിന് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മയ്ക്ക് ശരീരത്തിന് സുഖമില്ല എന്നുള്ള കാര്യം ദേവു പറഞ്ഞു. നീ എന്തിനാടി അവളുടെ അടുത്ത് പറഞ്ഞ എന്നുള്ള കാര്യം ദേവുവിന്റെ അടുത്ത് ചോദിക്കുകയാണ്. അമ്മ എന്തിനിപ്പോ അവളെ ചീത്ത വിളിക്കുന്നത്? ശരീരത്തിന് സുഖമില്ലാതെ എന്തിനാണ് കടയിലേക്ക് വന്നത്? ഇപ്പൊ അമ്മയ്ക്ക് എങ്ങനെയുണ്ടെന്നുള്ള കാര്യം ചോദിച്ചിട്ട് തൊട്ടു നോക്കുന്ന സമയത്ത് നല്ല പനിയുണ്ട് കേട്ടോ. അമ്മേ, ശരീരം നല്ല ചൂടുണ്ടല്ലോ, നമുക്ക് ഡോക്ടറെ അടുത്ത് പോയാലോ? ചേച്ചി ഡോക്ടറെ കാണിച്ചു, മരുന്നും തന്നിട്ടുണ്ട്, റെസ്റ്റ് എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് കേൾക്കാതെ അമ്മ കടയിലേക്ക് വന്നതാണ്. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? പനി വെച്ചിട്ട് എന്തിനാ ഇപ്പൊ പൂ കെട്ടാൻ വേണ്ടി വന്നത്? എനിക്ക് അത്ര വയ്യായിക്കൊന്നും ഇല്ലടി, ഇപ്പൊ കുറച്ച് കുറവുണ്ട്. ഇന്ന് കല്യാണ ഓർഡറൊക്കെ ഒരുപാടുണ്ട്, അത് കെട്ടിക്കൊടുക്കണം എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും രേവതി അമ്മ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കില്ലേ? അമ്മ ആദ്യം ഒരു കാര്യം ചെയ്യും, വന്ന് ഇരിക്കുന്നുള്ള കാര്യം പറഞ്ഞിട്ട് നിർബന്ധിച്ചു കൊണ്ടുപോകുമ്പോഴേക്കും ഇല്ല രേവതി, ഞാൻ നന്നായിട്ട് ഇരിക്കുന്നുണ്ട്, എനിക്കിപ്പോ കുഴപ്പമൊന്നുമില്ല, എനിക്ക് തീരെ വയ്യെങ്കിൽ ഞാൻ തന്നെ കിടന്നുറങ്ങില്ലായിരുന്നോ? ആര്, അമ്മയോ? എനിക്ക് അമ്മനെ കുറിച്ച് നന്നായിട്ട് അറിയുന്നതല്ലേ. അമ്മ എപ്പോഴെങ്കിലും അമ്മയെ കുറിച്ച് ഓർത്തിട്ട് കവലപ്പെട്ടിട്ടുണ്ടോ? അമ്മ ആദ്യം വന്ന് ഇരിക്കുന്നു പറഞ്ഞിട്ട് നിർബന്ധിച്ച് കൊണ്ടുപോവാണേ. ഇല്ല രേവതി, മാല കെട്ടിക്കൊടുക്കാനുണ്ടെന്നുള്ള കാര്യം പറയുമ്പോ അമ്മ ഇങ്ങനെ ചുമച്ചുകൊണ്ടാണോ മാല കെട്ടിക്കൊടുക്കാൻ വേണ്ടി പോകുന്നത്? അമ്മ ആദ്യം ഇരിക്കേ. അമ്മ രാവിലെ ഒരു കാര്യം എന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ രാവിലെ തന്നെ മാല കെട്ടി കൊണ്ടുവരില്ലായിരുന്നോ? നിന്റെ കടയിലേക്ക് തന്നെ ഒരുപാട് മാല കെട്ടേണ്ടി വരില്ലേ? അതിനിടയ്ക്ക് ഇനിയിപ്പോ ഞാനും നിന്നെ ബുദ്ധിമുട്ടിക്കണമെന്ന് ചോദിക്കുമ്പോ അമ്മേ, എനിക്ക് ഇതൊന്നും ഒരു ബുദ്ധിമുട്ടേ അല്ല. ശരി, അമ്മ ഭക്ഷണം കഴിച്ചു എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ആ കഴിച്ചു എന്ന് പറയണേ. ചേച്ചി രാവിലെ ഒരു ദോശ മാത്രം കഴിച്ചതാണ്, വേറെ ഒന്നും കഴിച്ചിട്ടില്ല, ഞാൻ കഞ്ഞി വെച്ചുകൊണ്ട് വന്നതാണ്, അതും കഴിക്കുന്നില്ല. ദേവുവിന്റെ കയ്യിൽ നിന്നും കഞ്ഞി മേടിച്ചിട്ട് ലക്ഷ്മിയുടെ അടുത്ത് കുടിക്കാൻ വേണ്ടി പറയാണ് കേട്ടോ രേവതി. വേണ്ട രേവതി എന്ന് പറയുന്നുണ്ടെങ്കിലും നിർബന്ധിച്ചിട്ട് കുടിപ്പിക്കുകയാണേ. കഞ്ഞി കുറച്ച് കുടിച്ചിട്ട് മതി രേവതി, കടയിൽ കച്ചവടം നടക്കുന്ന സമയത്ത് അത് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് എണീറ്റ് പോകാൻ വേണ്ടി പോകുമ്പോ അമ്മ ആദ്യം ഇരിക്കേ, എന്നിട്ട് അത് കുടിക്കേ. അമ്മ, ഇത്രയും നാളെ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് അമ്മ കഷ്ടപ്പെട്ടു, ഇനിയെങ്കിലും അമ്മ അമ്മയുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. അമ്മയ്ക്ക് വയ്യാണ്ടായിരുന്നെങ്കിൽ എന്നെ ഒന്ന് വിളിച്ചാൽ പോരായിരുന്നു? പനി വെച്ചിട്ട് അമ്മ എന്തിനാ കടയിലേക്ക് വന്നത്? ഞാൻ പറഞ്ഞില്ലേ രേവതി, മാലയുടെ ഓർഡർ ഒരുപാടുണ്ട്, എല്ലാ ജോലിയും എങ്ങനെ ദേവു തനിച്ച് ചെയ്യുന്നത്? പിന്നെ അമ്മേ, ഞാൻ ഒരുത്തി എന്ന് പറഞ്ഞിട്ട് എന്തിനാ അവിടെ നിൽക്കുന്നത്? ദേവു, നിനക്കെങ്കിലും എന്നെ ഒന്ന് വിളിച്ച് പറഞ്ഞുകൂടായിരുന്നോ? ഞാൻ രാവിലെ തന്നെ വന്നിട്ട് മാല കെട്ടി കൊടുക്കില്ലായിരുന്നു. ചേച്ചി, ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞതാണ് ചേച്ചിയെ വിളിക്കുക എന്നുള്ള കാര്യം, പക്ഷേ ചേച്ചിയെ ശല്യം ചെയ്യണ്ട എന്നുള്ള കാര്യം അമ്മയാണ് പറഞ്ഞത്. ഇത് കേൾക്കുമ്പോ രേവതി പറയുന്നുണ്ട്, അമ്മേ വന്ന് അമ്മ ഇപ്പൊ എന്നെ മൂന്നാമതൊരാളെ പോലെയാണ് കാണുന്നത്. ഏയ്, അങ്ങനെയൊന്നും ഇല്ലടി, ആ വീട്ടില് നിനക്ക് 1008 പ്രശ്നം ഉണ്ടാകും. ഇനി നീ ഇവിടെ വന്നിട്ട് ജോലിയും കൂടി ചെയ്തു കഴിഞ്ഞാൽ നിന്റെ അമ്മയും എന്തെങ്കിലുമൊക്കെ പറയും. ഇല്ലെങ്കിൽ എന്താ അമ്മേ, അവര് ഒന്നും പറയില്ല എന്നാണോ അമ്മയുടെ വിചാരം? അവരെ കുറിച്ചിട്ട് അമ്മ എന്തിനാ ചിന്തിക്കുന്നത്? എന്താണെന്നുണ്ടെങ്കിലും അമ്മ ഇനി എന്റെ അടുത്ത് പറയണം. മുന്നത്തെ പോലെ ഒന്നും റെസ്റ്റ് ഇല്ലാതെ അമ്മ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കല്ലേ, അമ്മയ്ക്ക് പ്രായമായിട്ട് വരികയല്ലേ. അപ്പോഴേക്കും ദേവു ആണെന്നുണ്ടെങ്കിൽ കളിയാക്കുന്ന രീതി പറയുന്നുണ്ട് കേട്ടോ. അതെ അമ്മ, അമ്മയ്ക്ക് ഒരു 70 വയസ്സുണ്ടാവുമല്ലേ എന്നുള്ള കാര്യത്തെ കുറിച്ച്. എന്താടി നീ കളിയാക്കണോ എന്ന് ചോദിക്കണേ ലക്ഷ്മി. അത്രയൊന്നും എനിക്ക് വയസ്സായിട്ടില്ല, രണ്ടുപേരും എന്നെ കിളവിയാക്കിങ്ങാണ്ട് സംസാരിക്കല്ലേ. അങ്ങനെ അവര് സംസാരിക്കുന്ന സമയത്താണ് കേട്ടോ ശരത്താണെന്നുണ്ടെങ്കിൽ ആന്റണിയുടെ വണ്ടിയിൽ വന്ന് ഇറങ്ങുന്നത്. ആന്റണി ചേട്ടാ, ഞാൻ പണം കൊടുത്തിട്ട് വരാ എന്ന് പറയണേ. ശരി, നീ പോയിട്ട് വഴന്ന് ആന്റണി പറയുന്നുണ്ട്. ഇതെല്ലാം അവിടെ നിന്നിട്ട് 3 പേരും കാണുവാണ് കേട്ടോ. അവനെ കാണുമ്പോഴേക്ക് രേവതി അരികിലേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. ഇതാ ചേച്ചി വരുന്നുണ്ട്, ആന്റണി ചേട്ടൻ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് പോകാൻ വേണ്ടി നിൽക്കുമ്പോഴേക്കും നമ്മുടെ രേവതി ആണെങ്കിൽ നിക്കടാ എന്ന് പറഞ്ഞിട്ട് അരികിലേക്ക് ചെല്ലുവാണേ. എന്താണ്, നിനക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലേ? അന്ന് ഞാൻ നിന്നെ അത്രയും വന്ന് ചീത്ത വിളിച്ചിട്ട് പോയതല്ലേ, എന്നിട്ട് നീ ഇപ്പോഴും ശരത്തിന്റെ പിന്നാലെ ചുറ്റുവാണോ? ഇത് കേൾക്കുമ്പോ ശരത്ത് ചോദിക്കുന്നുണ്ട്, ചേച്ചി എന്തിനാ വെറുതെ ആന്റണി ചേട്ടൻ ഓരോന്ന് പറയുന്നതെന്ന് ചോദിക്കുമ്പോ നീ വായടച്ച് നിന്നോണം, നിനക്ക് എത്ര പറഞ്ഞു കഴിഞ്ഞാലും മനസ്സിലാവില്ലേ? ഈ മോഷ്ടാവിന്റെ കൂടെ ചുറ്റിക്കറങ്ങരുത് എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? തുടർന്ന് ലക്ഷ്മിയും ചോദിക്കുന്നുണ്ട്, എടാ നീ കോളേജിലേക്ക് പോ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് എന്തിനാ ഇവന്റെ കൂടെ ചുറ്റിക്കറങ്ങുന്നത്? ഇവൻ കോളേജിൽ പോകുന്നുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം പോലും അറിയില്ല എന്ന് ദേവു പറയുമ്പോ, എടാ ഇവൻ കാരണമാണ് സച്ചിക്കും നിനക്കും ഇടയില് അടിയായിട്ട് ഇപ്പോ സച്ചി വീട്ടിലേക്ക് പോലും വരാത്തത്. ഇപ്പോ പ്രശ്നമൊക്കെ ഒരു വിധത്തില് തടഞ്ഞിരിക്കുകയാണ്. തുടർന്ന് ദേവു ചോദിക്കുന്നുണ്ട്, സച്ചേട്ടൻ ഈ കാര്യത്തെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ എന്താവും അറിയോ? ഇതിനല്ലേ നിന്നെ സച്ചേട്ടൻ അടിച്ചത്? എടാ പഠിക്കാതെ നീ ഇവന്റെ കൂടെ ചുറ്റിക്കറങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് എങ്ങനെ ഒരു ഭാവി ഉണ്ടാവുക? അപ്പോഴേക്കും ആന്റണി ചോദിക്കുന്നുണ്ട്, എന്തിനാ ശരത്തിനെ ചീത്ത വിളിക്കുന്നത്?
അവനെ എന്റെ ഫ്രണ്ടാണെന്നുള്ള കാര്യം പറയുമ്പോ നീ വായ മൂടടാ. നിന്റെ വയസ്സെന്താ, അവന്റെ വയസ്സെന്താ? അവൻ പഠിക്കുന്ന പയ്യനാണ്. നിന്റെ കൂടെ എപ്പോഴും ചുറ്റിക്കറിയാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ എങ്ങനെയാ പഠിച്ച് ഡിഗ്രി മേടിക്കുന്നത്? ഇത് കേൾക്കുമ്പോ ശരത്ത്, ചേച്ചി പറയുന്നത് കേക്ക്, വെറുതെ ആന്റണി ചേട്ടനെടുത്ത് ദേഷ്യപ്പെടരുത്. ശരത്തെ, നീ എന്റെ അടുത്ത് അടി മേടിക്കും, നീ പഠിച്ച് വലിയവനായിട്ട് വരും എന്നുള്ള കാര്യം ഞങ്ങൾ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ നോക്ക്, അമ്മയ്ക്കാണെങ്കിൽ ശരീരത്തിന് തീരെ സുഖമില്ല, എന്നിട്ട് പോലും കടയിലേക്ക് വന്നിട്ട് പൂ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അമ്മ എന്താ പറയേണ്ടിരുന്നത് എന്നുള്ള കാര്യത്തെ കുറിച്ച് ശരത്ത് ചോദിക്കുമ്പോൾ, നീ വീട്ടിൽ നിന്നാലല്ലേ ഇതിനെ കുറിച്ചൊക്കെ അറിയുള്ളൂ, ഇവന്റെ കൂടെ ചുറ്റിക്കറിയാൻ കഴിഞ്ഞാൽ അറിയോന്ന് ചോദിക്കുകയാണ് ദേവു. തുടർന്ന് രേവതി പറയുന്നുണ്ട്, എടാ ശരത്തെ, ആർക്ക് വേണ്ടിയിട്ടാണ് അമ്മ ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? നീ പഠിച്ച് നല്ല നിലയിലേക്ക് വരാൻ വേണ്ടിയിട്ടല്ലേ? അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ കണ്ട പെറുക്കിയുടെ കൂടെ നടക്കുവാണ് നീ. ഇവനെ പലിശയ്ക്ക് കൊടുത്തിട്ട് കുടിച്ച് കൂത്താടി നടക്കുന്നവരാണ്. ചേച്ചി, കുടിക്കുന്നവര് മോശക്കാരനാണെന്നുണ്ടെങ്കിൽ അപ്പോ സച്ചിയേട്ടനോ എന്നുള്ള കാര്യം ചോദിക്കണേ. ആരുടെ നിന്റെ ഏട്ടനും ചേച്ചിയൊക്കെ? ശരത്തിന്റെ ചേച്ചിയാണെന്നുണ്ടെങ്കിൽ എനിക്കും ചേച്ചിയെ പോലെ തന്നെയാണ്. ഞങ്ങൾ ഒരു തെറ്റായ ജോലികളും ചെയ്യുന്നില്ല. ശരത്തിനെ ഒരിക്കലും മോശമായിട്ടുള്ള രീതിയിലേക്ക് ഞങ്ങൾ കൊണ്ടുപോവില്ല. അവനെ നല്ല രീതിയിൽ നോക്കുന്നുണ്ട്. നിങ്ങളുടെ ഭർത്താവാണ് വെറുതെ വെള്ളം ഒടിച്ചിട്ട് ഇവന്റെ കൈ ഒടിച്ചത്. സച്ചിയെ പോലെ ഞാൻ അത്ര കുടിയനൊന്നുമല്ല എന്നുള്ള കാര്യം പറയുമ്പോഴേക്കും നമ്മുടെ രേവതിയാണെന്നുണ്ടെങ്കിൽ ആന്റണിക്ക് നേരെ കൈ ഓങ്ങാണ്. പക്ഷേ ശരത്ത് ചേച്ചി വേണ്ട എന്ന് പറഞ്ഞിട്ട് തടഞ്ഞു നിർത്തുവാണ്. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ, വെറുതെ അമ്പലത്തിന് മുമ്പിൽ വെച്ചിട്ട് എന്റെ അടുത്ത് അടി മേടിക്കരുത്. ചേച്ചി, അവൻ എന്റെ ഫ്രണ്ടാണ്, അവരെയാണ് എതിർത്ത് സംസാരിക്കുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് രേവതിക്ക് നേരെ ചെല്ലുവാണ് കേട്ടോ ശരത്ത്. അപ്പോഴേക്ക് ലക്ഷ്മി തട്ടി അങ്ങ് മാറ്റിയിട്ട് പറയുന്നുണ്ട്, എടാ കണ്ടവർക്ക് വേണ്ടിയിട്ട് ചേച്ചിയുടെ അടുത്ത് എതിർത്ത് സംസാരിക്കാനോടോ നീ? നിന്നെ ഞാൻ ശരിയാക്കി തരാന്നൊക്കെ ലക്ഷ്മി പറയുമ്പോ, അമ്മേ ഇവനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഈ ഫ്രോഡ് അവൻ അങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. ചേച്ചി കൂടുതൽ സംസാരിക്കരുത് എന്നുള്ള കാര്യം പറഞ്ഞിട്ട് രേവതിക്ക് നേരെ കഴിച്ചു കൊണ്ടുവാണ് കേട്ടോ. പക്ഷെ ആന്റണി ആണെന്നുണ്ടെങ്കിൽ, ശരത്തെ വിടടാ, അങ്ങനെ ചേച്ചിയുടെ അടുത്ത് സംസാരിക്കരുത്, നമ്മുടെ ചേച്ചിയല്ലേ, അവർക്ക് സംസാരിക്കാനുള്ള അധികാരമുണ്ട്, സംസാരിക്കട്ടെ. തുടർന്ന് രേവതി പറയുന്നുണ്ട്, ഇത് നോക്കിക്കോ, എന്റെ അനിയനെ കൂട്ടിയിട്ട് ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്ന പണിയുണ്ടല്ലോ, അത് ഇതോടുകൂടി നിർത്തിക്കോണം. വീണ്ടും ഇതുപോലെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാല് നിന്റെ നേർക്ക് ഓങ്ങിയ കൈ ഞാൻ താഴ്ത്തില്ല, അടിച്ചു നിന്റെ പല്ല് കൊഴിക്കും. മര്യാദയ്ക്ക് പോയിക്കോ എന്നുള്ള കാര്യം പറയുമ്പോ, ശരി ചേച്ചി ശരി, ചേച്ചി ടെൻഷൻ ആവണ്ട, ശരത്തെ ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ട് ആന്റണി വണ്ടി എടുത്ത് അവിടുന്ന് പോവാണേ. അതുപോലെ തന്നെ നമ്മുടെ ശരത്തും വേറെ വഴിക്ക് പോവാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ സച്ചി ആ പാർട്ടി ഓഫീസിലെ ആളെ കാണാൻ വേണ്ടിട്ട് ചെല്ലുന്നുണ്ട്. അവരുടെ കൂടെ വേറൊരാൾ കൂടി ഇരിക്കുന്നുണ്ട് കേട്ടോ. അയാള് തമിഴ്നാട്ടുകാരനാണ്. അയാൾക്ക് വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് ഹാൻഡിൽ വണ്ടി വേണം. അതിനെക്കുറിച്ച് നന്നായിട്ട് സച്ചിക്ക് അറിയാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറഞ്ഞതുകൊണ്ട്, കാരണം സച്ചി വണ്ടിയാണല്ലോ ഓടിക്കുന്നത്, അതുകൊണ്ട് സെക്കൻഡ് ഹാൻഡിൽ എവിടെ നല്ല കാറ് കിട്ടും എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ അറിയാവുന്നതുകൊണ്ട് സച്ചിയെ വിളിച്ചാന്നുള്ള കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. ഞാനും 2-3 കാറൊക്കെ നോക്കി, പക്ഷെ ഒന്നും സെറ്റ് ആവുന്നില്ല. സച്ചിയെ കുറിച്ച് ഞാൻ നന്നായിട്ട് ഇവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒരു നല്ല കാർ കമ്പനി നോക്കിയിട്ട് പറയാൻ വേണ്ടി പറയുന്നുണ്ട്. എനിക്ക് നന്നായിട്ട് അറിയുന്ന ഒരു കമ്പനി ഉണ്ട്, എന്റെ കാർ ഞാൻ അവിടുന്ന് മേടിച്ചത്. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ അവർ കാര്യങ്ങളെല്ലാം നോക്കിയും കണ്ടും ചെയ്യും. വിശ്വസിക്കാൻ കൊള്ളുന്ന ഇടമാണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നല്ല ഇടമാണ്, നമുക്ക് പോയി നോക്കാം, നല്ല കാറ് ഞാൻ തന്നെ നോക്കിയിട്ട് പറഞ്ഞു തരാം. അങ്ങനെ അവരെയും കൂട്ടിയിട്ട് സച്ചി കാറ് മേടിക്കുന്ന അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അതേ ഷോറൂമിലേക്ക് നമ്മുടെ സുധി ആണെങ്കിൽ കാറ് മേടിക്കാൻ വേണ്ടി എത്തുന്നുണ്ട്. സുധി ഇങ്ങനെ കാറ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് അവിടെയുള്ള സ്റ്റാഫ് വന്നിട്ട് പറയുന്നുണ്ട്, എന്താ സാർ ഈ കാറ് സെറ്റ് ആയില്ലേ? സാറ് ഇപ്പൊ 10ഓളം കാറ് നോക്കിയില്ലേ? സാറ് പറഞ്ഞ വിലയില് സാറിന് പറ്റുന്ന കാറ് ഇതാണെന്ന് പറഞ്ഞിട്ട് മറ്റൊരു കാറ് കാണിച്ചു കൊടുക്കുവാണേ. കാറിന്റെ ഉള്ളിലും കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ സുധി. പുറത്തേക്ക് ഇറങ്ങി വരുന്നത് കാണുമ്പോഴേക്കും അദ്ദേഹം ചോദിക്കുന്നുണ്ട്, സാർ ഈ കാർ ഇഷ്ടായോ എന്നുള്ള കാര്യം. ആ ഇഷ്ടായി. ഈ കാറ് 1 വർഷം മാത്രമാണ് ആ മുതലാളി കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അവർക്ക് വേറെ കാറ് മേടിക്കാനുള്ളത് കൊണ്ട് ഇത് വിറ്റതാണ്. ഈ കാറിന് വേറെ പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ഒരു പ്രോബ്ലവും ഇല്ല, കറക്റ്റ് സർവീസ് ഒക്കെ കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് തന്നെ ഫിക്സ് ചെയ്യുക എന്നുള്ള കാര്യം സുധി പറയുന്നുണ്ട് കേട്ടോ. 1 ലക്ഷം രൂപ ക്യാഷ് ആയിട്ടും ബാക്കി ലോൺ ഇടാന്നാണ് കേട്ടോ പറയുന്നത്. ഇപ്പൊ തന്നെ പ്രോസസ് ചെയ്യാം, നിങ്ങൾ പ്രൊസീഡ് ചെയ്തോളൂ. എന്റെ വൈഫിന് ഒരു തവണ ഈ കാർ വന്ന് നോക്കണം, അതിനുശേഷം നമുക്ക് കാറിന്റെ കൺഫേം ചെയ്യാന്നുള്ള കാര്യം പറയാൻ കേട്ടോ. ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോവാണ്. അദ്ദേഹം പോയതിനു ശേഷം ശ്രുതിയെ വിളിക്കാൻ കേട്ടോ ഫോണില്. എന്നിട്ട് സംസാരിച്ച് അങ്ങോട്ട് മാറി നിൽക്കുന്നുണ്ട്. അതേസമയം സച്ചി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട്. ആ സ്റ്റാഫിനെ കാണുമ്പോഴേക്കും സച്ചിയെ നന്നായിട്ട് അറിയാലോ. സച്ചി സുഖാണോ, എന്താ പുതിയ കാറ് വാങ്ങാൻ വേണ്ടി വന്നോണ്ടോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, മാസം കാറ് മേടിക്കാനുള്ള ഗതിയൊന്നും നമുക്കില്ല, ഇതാ ഈ സാറിന് വേണ്ടിയിട്ടാണെന്നുള്ള കാര്യം പറയാനാണ്. അങ്ങനെ സാറിന്റെ കൂടെ വന്ന ആൾക്കാണ് കാറ്, നല്ലൊരു കാറ് മേടിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ ഏജൻസി ഭയങ്കര വിശ്വസനീയമായെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടുവന്നെന്നൊക്കെ പറയുമ്പോൾ, ആ ശരി അതുപോലെ കാറ് കാണിക്കാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. തുടർന്ന് ശ്രുതി വിളിക്കുന്നത് പ്രകാരം ശ്രുതി അങ്ങോട്ടേക്ക് എത്തുന്നുണ്ട് കേട്ടോ. എന്തിനാ വരാൻ വേണ്ടി പറഞ്ഞെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, കാറ് മേടിക്കാൻ വേണ്ടി പോവാന്ന് ശ്രുതി പറയുന്നുണ്ട്. കാറ് മേടിക്കാനോ, നമ്മളിപ്പം ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി പോകുന്നതല്ലേ ഉള്ളൂ,
അപ്പോഴേക്കും കാറിന് പൈസ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ബിസിനസ്സിന് എവിടുന്ന പണം എന്നുള്ള കാര്യം ശ്രുതി ചോദിക്കുമ്പോൾ അത്ര വലിയ പണമൊന്നും മുടക്കട്ട, സെക്കൻഡ്സിലാണ് നോക്കുന്നത്, നീ വാ. അതിന്റെ ആവശ്യമില്ലല്ലോ ശ്രുതി, ബിസിനസ് ആരംഭിച്ചതിന് ശേഷം അതിന്റെ പ്രോഫിറ്റിൽ മേടിച്ചാൽ പോരെ. അല്ല ശ്രുതി, കാറും ബിസിനസ്സിന് വേണ്ടിയിട്ട് ഒരു ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മേടിക്കുന്ന സാധനമാണ്. നമ്മള് ഡീലേഴ്സിനെയൊക്കെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് കാറിൽ പോയാലല്ലേ നമുക്കൊരു മര്യാദ ഉണ്ടാവുള്ളൂ. ലോൺ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ബാങ്ക് പോകുമ്പോഴും കാറിൽ പോയാലല്ലേ അവർ പരിഗണന തരുള്ളൂ. ഇപ്പൊ സെക്കൻഡ്സിൽ മേടിച്ചിട്ട് അതിനെന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ അതിനും ചെലവ് ചെയ്യേണ്ടെന്നൊക്കെ ചോദിക്കുമ്പോൾ, അല്ല ശ്രുതി, ഇത് വിശ്വസിക്കാൻ പറ്റുന്ന ഏജൻസിയാണ്, നമുക്ക് വിശ്വസിച്ച് വാങ്ങിക്കാം. കാർ ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്, നീ വന്ന് നോക്ക് എന്ന് പറഞ്ഞ് ശ്രുതിയെ കൂട്ടി പോവാണ് കേട്ടോ. അങ്ങനെ സച്ചിയും സുധിയും ഒരേ ഷോറൂമിൽ കാറ് മേടിക്കാൻ വേണ്ടി എത്തിയിട്ടുണ്ട്. ആ സ്വാമിജിയാണെന്നുണ്ടെങ്കിൽ സച്ചിക്ക് എന്തോ ഒരു പ്രശ്നം വരാൻ വേണ്ടി പോകുന്നു എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഒരു മുൻ സൂചന കൊടുക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. എന്തായാലും സുധിയായിട്ടായിരിക്കും പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. ആ പ്രശ്നം എന്താണെന്നും എന്തൊക്കെയാണ് ഇനി സച്ചിക്ക് വരാൻ വേണ്ടി പോകുന്ന കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നാളത്തെ എപ്പിസോഡിൽ കേൾക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ നിന്ന് കമന്റ് ചെയ്യണേ. താങ്ക് യു.